നമഃ ശിവായ. ഹര ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ആ സജ്ജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും മഹാദേവന്റെ ഏറ്റവും വലിയ രീതിയിലുള്ള അനുഗ്രഹങ്ങളും കൃപയും സംരക്ഷണവും ത്രിശൂലത്തിന്റെ സംരക്ഷണവും ഉണ്ടായിരിക്കുന്നതിലേക്കായിട്ട് ഇവിടെ നിന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നമഃശിവായ ജപിക്കുന്നുണ്ടെന്നും അതുപോലെ 12 ശിവലിംഗ നാമസ്തുതികൾ ജപിക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്നു. നമ്മൾ അതോടനുബന്ധിച്ചുള്ള ഉത്ഭവങ്ങളുടെ അത് സംബന്ധിച്ചുള്ള കഥകളാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ 12 ജ്യോതിർലിംഗങ്ങളിലെ കുറച്ച് കഥകൾ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുവല്ലോ. ഇന്ന് നമുക്ക് ത്രയംബകം ഗൗതമി തടേ സൗരാഷ്ട്രേ സോമനാഥം ച എന്ന് തുടങ്ങുന്ന 12 ശിവലിംഗ നാമങ്ങൾ ചൊല്ലുന്നവർക്ക് ഈ വരികൾ ഓർമ്മ കാണും. ത്രയംബകം ഗൗതമി തടേ. എന്താണ് അവിടെ അങ്ങനെ ഒരു പേര് വരാനും അത്തരത്തിലൊരു ശിവലിംഗം അവിടെ ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടുള്ള കഥയായിട്ട് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഗൗതമി തടേ എന്നുള്ളൊരിതുണ്ട്. ഇവിടെ ഗൗതമ മഹർഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് മഹാശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കഥകൾ കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സുകൾ തെളിയട്ടെ, എല്ലാവരിലും നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കട്ടെ. അതാത് ശിവലിംഗ മഹിമകൾ കേൾക്കുമ്പോൾ ആ ശിവലിംഗം ഭക്തന് എന്താണോ സാധിച്ചു കൊടുക്കുന്നത് അതെല്ലാം നിങ്ങളിലും സാധിച്ചു തരുമാറാകട്ടെ എന്നത് കൂടി പ്രാർത്ഥിക്കുന്നു. പുരാതന കാലത്ത് ഗൗതമൻ എന്ന പേരിൽ വിഖ്യാതനായ ഒരു മുനിയുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഗൗതമൻ, അഹല്യ. ഈ അഹല്യയാണ് പിന്നീട് ശ്രീരാമൻ മോക്ഷം നൽകിയതായിട്ട് ഉള്ളൊരു കഥയുമുണ്ട്. കല്ലായി പോകട്ടെ എന്ന് ശപിച്ചു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു കഥയാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയായിരുന്നു അഹല്യ. ഗൗതമൻ ബ്രഹ്മഗിരിയിൽ പോയി 10,000 വർഷം തപസ് ചെയ്ത് ഉത്തമ സിദ്ധി കൈവരിച്ചു. അങ്ങനെ ഇരിക്കെ ആ നാട്ടിൽ കടുത്ത വരൾച്ച നേരിട്ടു. 100 വർഷക്കാലം മഴ ലഭിക്കാതെ സകല ജീവജാലങ്ങളും നശിച്ചു. ജനങ്ങളാകെ വിഷമിച്ചു. ഒരു പച്ചിലയുടെ ഒരു അംശം പോലും എങ്ങും കാണുവാൻ കഴിഞ്ഞില്ല. ജീവന്റെ നിലനിൽപ്പിന് മറ്റു മാർഗമില്ലാതെ വന്നപ്പോൾ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ഋഷികളും തുടങ്ങിയ സകലരും അവിടെ നിന്ന് എല്ലാ ദിക്കിലേക്കും ഓടിപ്പോയി. ഇത് കണ്ട് ഗൗതമ മഹർഷി വരുണനെ തപസ് ചെയ്തു. വരുണൻ എന്ന് പറയുന്നത് ജലത്തിന്റെ ദേവനായിട്ട് നമ്മൾ കാണുന്നു. അങ്ങനെ വരുണനെ തപസ് ചെയ്യുകയും 6 മാസം കഴിഞ്ഞപ്പോൾ വരുണൻ പ്രത്യക്ഷപ്പെട്ട് വരം നൽകാൻ തയ്യാറായി. വരുണദേവൻ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മുനിശ്രേഷ്ഠ, അങ്ങയുടെ ഉത്തമ തപസ്സിൽ നാം സന്തുഷ്ടനാണ്. എന്ത് വരമാണെന്ന് അങ്ങയ്ക്ക് വേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ ഗൗതമ മഹർഷി പറഞ്ഞു: വരുണദേവ, ഇവിടെ മഴ ലഭിക്കാതെ ഒട്ടുമുക്കാലും ചത്തൊടുങ്ങി. ബാക്കിയുള്ളവരെല്ലാം ഓടിപ്പോവുകയും ചെയ്തു. അവിടുന്ന് കനിഞ്ഞ് മഴ പെയ്യുവാനുള്ള ഒരു വരം നൽകിയാലും. ഇത് കേട്ട് വരുണൻ പറഞ്ഞു: മഹർഷി, ദേവന്മാരുടെ ചെയ്തികൾക്ക് വിരുദ്ധമായി മഴ പെയ്യിക്കാതെ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എന്നും അക്ഷയമായിരിക്കുന്ന ജലം നൽകാം. അതായത് ദേവന്മാരുടെ ചെയ്തികൾക്ക് വിരുദ്ധമായി മഴ പെയ്യിക്കാതെ എന്നാണ് പറയുന്നത്. അപ്പം ഈ മഴ പെയ്യാതെ ഇരിക്കേണ്ട ഒരു കാരണം ദേവന്മാരുടെ ഒരു കൽപ്പനയായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ആ നാടിന് എന്തോ ഒരു സംഭവം വരാനുണ്ട്. ദേവന്റെ അല്ലെങ്കിൽ ദേവന്മാരുടെ ചെയ്തികൾക്ക് വിരുദ്ധമായി പോകും ഞാൻ മഴ പെയ്യിച്ചാൽ. അതുകൊണ്ട് അത് പെയ്യിക്കാതെ തന്നെ ഇഷ്ടാനുസരണം അക്ഷയമായിരിക്കുന്ന ജലം ഞാൻ നിങ്ങൾക്ക് നൽകാം. അതിനായി ഒരു കുഴി കുഴിക്കുവാൻ ഗൗതമനോട് പറഞ്ഞു. വരുണൻ ഇങ്ങനെ പറയുന്നത് കേട്ട് ഗൗതമൻ 1 അടി താഴ്ചയിൽ ഒരു കുഴിയുണ്ടാക്കി. വരുണൻ അതിൽ ദിവ്യ ജലം നിറച്ചു കൊടുത്തു. അതിനുശേഷം വരുണൻ ഗൗതമനോട് ഇങ്ങനെ അറിയിച്ചു: മഹാമുനി, ഈ ജലം ഒരിക്കലും വറ്റുകയില്ല. ഈ ജലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർത്ഥരൂപമായിരിക്കും. ഭൂമിയിൽ നിങ്ങളുടെ പേരിൽ ഇത് പ്രസിദ്ധിയാർജിക്കും.
അവിടെ നടത്തുന്ന ദാനം, ഹോമം, തപസ്, ദേവപൂജ, പിതൃദാനം എന്നിവയെല്ലാം, ഇവിടെ പിതൃബലി എന്നല്ല പറയുന്നത്, പിതൃദാനം എന്നാണ്. അതായത് മരിച്ചവരുടെ പേരിൽ ദാനം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. എന്നിവയെല്ലാം അക്ഷയമായിരിക്കും. ഇങ്ങനെ അരുളിയ ശേഷം വരുണദേവൻ അന്തർദാനം ചെയ്തു. ഗൗതമ മഹർഷി ആ ജലം കൊണ്ട് അന്യർക്ക് ഉപകാരം ചെയ്തു. അനന്തരം വിധിയനുസരിച്ച് നിത്യ നൈമിത്തിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വന്നു. നോക്കൂ, അത് ഗൗതമ മഹർഷി മാത്രമല്ല, തന്റെ കഠിനമായ തപസ്സും ജപവും കൊണ്ട് നേടിയെടുത്ത ആ കഴിവിനെ ഉപയോഗിച്ചത് ആ ജലം കൊണ്ട് അന്യർക്ക് ഉപകാരം ചെയ്തു. ഇത് തന്നെയാണ് സ്വയംഭൂസ്ഥാനും മഹാദേവ പ്രചാരക സംഘവും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഞങ്ങളിലായിട്ട് ഭഗവാൻ തന്നിരിക്കുന്നത് ഞങ്ങളുടേതായിട്ട് മാത്രമല്ല, അത് അന്യർക്കും ഉപകാരപ്പെടുന്നതിനു വേണ്ടിയായിരിക്കണം ഓരോ ഋഷിവര്യന്മാരും പ്രവർത്തിക്കേണ്ടത്, ഓരോ ആധ്യാത്മിക ആചാര്യന്മാരും പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ വലിയ ആശ്രമമൊക്കെ കെട്ടി വലിയ കാറിലൊക്കെ സഞ്ചരിച്ച് വലിയ പേരും പ്രശസ്തിയും ഒക്കെ ആർജിച്ചെടുക്കുന്നതിന് വേണ്ടിയല്ല ആധ്യാത്മികതയിലേക്ക് പോകേണ്ടത്. അന്യനു ഉപകാരമായി മാറുക, അന്യനു വേണ്ടി സ്വന്തം ജീവിതത്തെ ഒഴിഞ്ഞു വെക്കുക. അതാണ് ഏതൊരു ഋഷിവര്യന്റെയും ഏതൊരു ആധ്യാത്മികാചാര്യന്റെയും പ്രധാന ലക്ഷ്യം. അത് തന്നെയാണ് നമ്മുടെ ഋഷിവര്യന്മാരൊക്കെയും ചെയ്തു വന്നിരുന്നത്. അത് തന്നെയാണ് ഗൗതമ മഹർഷിയും ചെയ്തു വന്നത്. അങ്ങനെ ആ ജലം അന്യർക്കു വേണ്ടി ഉപകാരം ചെയ്യത്തക്ക രീതിയിൽ ഉപയോഗിച്ചു. പിന്നീട് തനിക്ക് നിത്യവും ഹോമം നടത്തുന്നതിനു വേണ്ടി യവം, പലതരത്തിലുള്ള വരിനെല്ല് എന്നിവ വിതച്ചു. ആ ജലം കൊണ്ടാണെന്നേ അത് എത്ര കോരിയെടുത്താലും ആ ഒരടി താഴ്ചയേ ഉള്ളൂ, ഒരടിയിൽ നിൽക്കുകയാണ്. ആ ഒരടിയിൽ നിന്ന് നമ്മൾ എത്രത്തോളം എടുത്താലും ആ ജലം വറ്റുകയില്ല, അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നെല്ല് വിതച്ചു, കൃഷികൾ തുടങ്ങി. അതോടെ അനേകം തരത്തിലുള്ള വൃക്ഷങ്ങളും ധാന്യങ്ങളും ഫലമൂലങ്ങളും അവിടെ ഉണ്ടായി. നോക്കൂ, ഒരടി താഴ്ചയിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഈ ഒരടി താഴ്ചയിൽ നിന്നുള്ള ജലം കൊണ്ട് ഇത്രയും പേരെയും ഇത്രയും ഭൂപ്രദേശങ്ങളെയും സന്തോഷമാക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഭാഗത്ത് എല്ലാ സഹജീവികളോടും എല്ലാ ജനങ്ങളോടും ഒരടി ആഴത്തിൽ, ഒരു നിസാരം 1 ഇഞ്ച് ആഴത്തിൽ നിങ്ങളൊരു സ്നേഹം വെച്ചുകൊണ്ട് അത് ലോകനന്മയ്ക്ക് വേണ്ടിയും പരോപകാരത്തിന് വേണ്ടിയും പ്രവർത്തിക്കണം മക്കളെ. അത് നിങ്ങൾ ലോകത്തിന് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ അയൽക്കാരന് വേണ്ടി, നിങ്ങൾ കാണുന്നവന് വേണ്ടി. എല്ലാവരും ഈ ഭൂമിയിൽ ജനിക്കുന്നു, ജീവിക്കുന്നു. പലരും പല രീതിയിലാണ് ജീവിക്കുന്നത്. ഒരു കഷ്ടത കണ്ടാൽ, ഒരു ദുരിതം കണ്ടാൽ അതിനു നേരെ കണ്ണടയ്ക്കാതെ നിങ്ങൾ അങ്ങനെ ഒരു സേവന പ്രവർത്തനമാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. നിങ്ങൾ ജീവിക്കുമ്പോൾ ജീവിക്കുക, നിങ്ങൾക്കായിട്ടുള്ള എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കുക. അതൊന്നും ഗുരുവിടുന്ന് വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അത് ഒരാൾക്കെങ്കിലും ഉപകാരമാകത്തക്ക രീതിയിൽ നിങ്ങളത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഇവിടെ 10,000 വർഷം തപസ് ചെയ്ത് ഗൗതമ മഹർഷി നേടിയെടുത്ത ഈ ഒരു മന്ത്രസിദ്ധാദികളുടെ ഫലമായിട്ട് അതിനുശേഷം 6 മാസം വരുണന്റെ മുന്നിൽ തപസ് ചെയ്തു നേടിയെടുത്ത കഴിവുകളും ഇതെല്ലാം കൊണ്ട് ഗൗതമ മഹർഷിയും അഹല്യ എന്ന് പറയുന്ന ഗുരുപത്നിയും മാത്രമല്ല അവിടെ ഈ ജലം കൊണ്ട് ഒരടി താഴ്ചയിലുള്ള നിസാരമായ ജലം കൊണ്ട് കഴിഞ്ഞത്. അതൊരിക്കലും വറ്റുകയില്ല എന്നറിയാം. അങ്ങനെ അതുകൊണ്ട് ആ പ്രദേശമാകെ, ആ പ്രകൃതിയാകെ, അവിടുത്തെ ജനതകളെയാകെ, ഓരോ പക്ഷിമൃഗാദികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ മുനിവര്യൻ തയ്യാറായി എന്നുള്ള ഒരു വലിയ പുണ്യമാണ് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ഗൗതമാശ്രമത്തിലെ സുഭിക്ഷത അറിഞ്ഞ് ആയിരക്കണക്കിന് ഋഷിമാരും മുനിമാരും പശു പക്ഷി മൃഗാദികളും അന്യദേശത്തു നിന്ന് വന്ന് സ്ഥിരതാമസം തുടങ്ങി. അങ്ങനെ വനം ഭൂമിയിലെ അതിമനോഹരമായ പ്രദേശമായി തീർന്നു. അങ്ങനെ വനമായിരുന്ന ആ സ്ഥലമെല്ലാം ഭൂമിയിലെ അതിമനോഹരമായ പ്രദേശമായി തീർന്നു. ഗൗതമന്റെ പ്രഭാവത്തിൽ ആ വനത്തിൽ ഐശ്വര്യവും ആനന്ദവും വിളയാടി. അങ്ങനെ അതൊരു സുന്ദരമായൊരു വനഭൂമിയാണ്. അവിടെ ഐശ്വര്യവും ആനന്ദവും കളിയാടി എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം കൊണ്ട് എത്ര പേരെ സന്തോഷിപ്പിച്ചുകൂടാ മക്കളെ. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ടായി. ഒരിക്കൽ വെള്ളത്തെ ചൊല്ലി അഹല്യയും ഗൗതമാശ്രമത്തിൽ താമസിച്ചിരുന്ന ബ്രാഹ്മണ സ്ത്രീകളും തമ്മിൽ വഴക്കിട്ടു. ഗുരു പണ്ട് പറഞ്ഞു, ഈ ബ്രഹ്മം അറിയുന്നവരെയാണ് ബ്രാഹ്മണൻ എന്ന് മഹാദേവൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഗുരുവാണെങ്കിലും ശരി, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാമകൃഷ്ണനാണെങ്കിലും ശരി, ഔസേപ്പച്ചനായാലും ശരി, റഹ്മാനാണെങ്കിലും ശരി, ബ്രഹ്മം അറിയാമെങ്കിൽ, ലോകത്തെ അറിയാമെങ്കിൽ അയാൾ ബ്രാഹ്മണൻ തന്നെയാണ്. പക്ഷെ ഇവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന കുറെ പേരെ ബ്രാഹ്മണരാക്കി മാറ്റി. ഇതുകൂടി നിങ്ങൾ കേൾക്കണം. ഇവിടെ കലിയുഗത്തിന്റെ അവസാനത്തിൽ പറയുന്ന ലക്ഷണങ്ങളിലൊന്നാണ് ബ്രാഹ്മണർ ഉണ്ടാകില്ല. ബ്രാഹ്മണരെല്ലാം
നശിച്ചു പോകും. അതിനർത്ഥം ഇവിടെ ബ്രാഹ്മണ്യം എന്ന ജാതിയിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം നശിക്കുമെന്നല്ല, അവരുണ്ടായിരിക്കും. എന്നാൽ ബ്രഹ്മമറിയുന്ന ഒറ്റയൊരുത്തിനെയും കാണാൻ കിട്ടുകയില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ബ്രാഹ്മണ്യ നാശം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ബ്രാഹ്മണന്മാർ ഉണ്ടാകില്ല, ബ്രഹ്മമറിയുന്ന ആരും ഉണ്ടായിരിക്കില്ല. എന്നാൽ ബ്രാഹ്മണർ എന്ന് പറയുന്ന ജാതിയിലുള്ള ആൾക്കാർ, അതൊരു ജാതിയായി കണ്ട് നിൽക്കുന്ന, നമ്മുടെ അമ്പലത്തിലൊക്കെ പൂജ ചെയ്യുന്ന അത്തരത്തിലുള്ള ജാതീയമായ ആൾക്കാർ ഉണ്ടാകും. പക്ഷെ ബ്രഹ്മമറിയാവുന്ന ഒരാൾ പോലും ഇല്ലാത്തൊരു സാഹചര്യം കലിയുഗത്തിന്റെ അവസാനം ഉണ്ടാകാം. ഇതുപോലെയൊക്കെ പറഞ്ഞു തരുവാനോ ആശ്രമങ്ങളിൽ കൂടിയൊക്കെ നിങ്ങളെയൊക്കെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുവാനോ ഉള്ള ആരും തന്നെ ഉണ്ടാകാത്തൊരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരുടെ സ്ത്രീകൾ തമ്മിൽ വഴക്കിട്ട് കുപിതയാരായ ബ്രാഹ്മണ പത്നിമാർ എന്തു ചെയ്തു? ഗൗതമ മുനിക്ക് ദോഷം ചെയ്യുന്നതിന് ഭർത്താക്കന്മാരെ പ്രേരിപ്പിച്ചു. ഈ സ്ത്രീകൾ ചില കാര്യങ്ങളൊക്കെ ഭർത്താക്കന്മാരെ ഉപദേശിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് തള്ളിവിടുന്ന ഒരു പ്രവണത ഇന്ന് നിലനിൽക്കുന്നുണ്ട്, അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സ്ത്രീകളെല്ലാം കൂടി പോയിട്ട് ഈ ഭർത്താക്കന്മാരെടുത്ത് പോയി പറഞ്ഞു, എങ്ങനെയെങ്കിലും ഗൗതമന്റെ ഇത് മാറ്റണം. ഭാര്യമാരുടെ പ്രേരണയാൽ ഈ അന്നത്തെ ഈ ബ്രാഹ്മണന്മാർ എന്ത് ചെയ്തു? അവിടെ പൂജാധികാരികൾ ചെയ്തുകൊണ്ടിരുന്നവർ എന്ത് ചെയ്തു? നേരെ ഗണേശനെ പൂജിക്കുവാൻ തുടങ്ങി. അതായത് നമ്മുടെ ഗണപതി ഭഗവാനെ ആരാധിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ ഗണപതി ഭഗവാനെ ആരാധിച്ചപ്പോൾ ഗണപതി ഭഗവാനെ നോക്കി പെട്ടെന്ന് ഇതാരാണ്? ഒരു കാരണവും ഇല്ലാതെ എല്ലാവരും അച്ഛനെ വിളിക്കുന്നു, അമ്മയെ വിളിക്കുന്നു, അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് ആരാധിക്കുന്നത് ആരാണാവോ എന്ന് വിചാരിച്ചുകൊണ്ട് ഗണപതി ഭഗവാൻ എന്ത് ചെയ്തു? അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഗണേശൻ അവരുടെ ഇംഗിതം അറിഞ്ഞു. എന്താ എന്നെ വിളിക്കാൻ കാര്യം? എന്താ ഇപ്പോൾ ഇവിടെ കാര്യം ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഗണേശ്വര, അവിടുന്ന് ഞങ്ങൾക്ക് വരം നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വരം ഇതാണ്. എന്തുകൊണ്ടാണ് ഗണപതി ഭഗവാനെ വിളിച്ചത്? വിഘ്നങ്ങൾ നമുക്കുണ്ടായാലും ആ വിഘ്നങ്ങളിൽ നിന്ന് പോലും വിഘ്നത്തെ മാറ്റി നന്മയെ പ്രദാനം ചെയ്തു തരുന്നയാളാണ് ഗണേശ്വരൻ. ഗണപതി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഗുരുവിടെ മുൻകാല പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകൃതിയുടെ സംരക്ഷണത്തിനായിട്ട് പ്രകൃതി തന്നെ മെനഞ്ഞെടുത്തതാണ്. ഇവിടെ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ മഹാദേവനെയോ അമ്മയെയോ വിളിച്ചല്ല ഈ എന്താ പറയുന്ന മറ്റൊരാളെ നശിപ്പിക്കുന്നതിന്, മറ്റൊരാളുടെ അവസ്ഥകളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, മറ്റൊരാൾക്ക് വേണ്ടി ചതിപ്രയോഗങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി വിളിക്കുന്നത്. അവർ ഗണേശനെ വിളിച്ചു എന്നാണ് പറയുന്നത്. കാരണം അതിനൊരു കാരണമുണ്ട്. ഗണേശൻ വിഘ്നമുണ്ടാക്കും. നമ്മുടെ ജീവിതത്തിലും വിഘ്നങ്ങൾ വന്നാലും അത് നന്മയിലേക്ക് തന്നെ അവസാനം എത്തിച്ചേരുമെന്നുള്ളതാണ് കൂടിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവർ ഗണേശനെ പൂജിച്ചു, പ്രത്യക്ഷപ്പെടുത്തി. എന്ത് ചെയ്തു? അവർ ഇങ്ങനെ ഗണേശൻ വന്നു, എന്ത് വേണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഗണേശ, അവിടുന്ന് ഞങ്ങൾക്ക് വരം നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന വരം ഇതാണ്. സകല മുനിമാരും ഗൗതമാശ്രമത്തിൽ നിന്ന് തല്ലിപ്പിരിയണം. നോക്കൂ, മുനിമാർ, അവിടെ മുനിമാരുണ്ട്, ഹോമങ്ങൾ നടത്തുന്നവരുണ്ട്, തപസ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഈ അന്നത്തെ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞിരിക്കുന്നവർ പൂജാധികാരികൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അവരുടേത്. അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, മുനിമാരെല്ലാം, സകല മുനിമാരെല്ലാവരും ചുമ്മാ അങ്ങ് വെറുതെ ഇറങ്ങിപ്പോണമെന്നല്ല പറയുന്നത്, തല്ലിപ്പിരിഞ്ഞു പോകണം. വിഘ്നത്തിന്റെ ആദ്യ ലക്ഷണമാണ് ക്രോധം, പിന്നെ തല്ലിപ്പിരിയൽ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചില ആൾക്കാർ ഗണപതി ഭഗവാനെയൊക്കെ വിളിച്ച് ആരാധിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകും. അപ്പോൾ വിചാരിക്കും, വേണ്ട, മതി. മഹാദേവനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അതല്ല, കലക്കി തെളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് ചില ഊർജത്തിൽ സംഭവിക്കുന്നത്. ചില ഊർജത്തിൽ അങ്ങനെയും നടക്കും. അപ്പോൾ നോക്കണേ, അപ്പോൾ വെറുതെ പോയാൽ പോരാ, അവർ തല്ലിപ്പിരിഞ്ഞ് അവിടെ നിന്ന് എല്ലാ മുനിമാരും, അത് മുനിമാർ എന്ന് പറഞ്ഞാൽ സാത്വികമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, അവരെ തല്ലിപ്പിരിഞ്ഞ് തല്ലിപ്പിരിച്ചയക്കുക. അതോടൊപ്പം ഗൗതമനെ ഈ ഭാഗത്ത് നിന്ന് പുറത്താക്കുകയും വേണം. നോക്കണേ, ഒരു മനുഷ്യൻ തപസ് ചെയ്ത്, ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട്, ഒരു മനുഷ്യൻ വരം നേടി, ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? ഈ അടുത്ത കാലത്തൊന്നും മഴ പെയ്യില്ല എന്നുള്ളതാണ് ദേവന്മാർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കരുതിയിട്ട് വർണ്ണദേവൻ പ്രത്യക്ഷപ്പെട്ട് ഒരടി ആഴത്തിൽ ജലം കൊടുത്തതിനെ ആ പ്രദേശമാകെ നൽകി എല്ലാവർക്കും സൗഖ്യം കൊടുക്കുകയും അന്യദേശത്ത് നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് എന്തു സംഭവിച്ചു? ആ ദേശത്ത് നിന്ന് അത് ഉണ്ടാക്കിയ ആളിനെ തല്ലി പുറത്താക്കുന്നതിന് വേണ്ടി നോക്കും. ഇത് തന്നെയാണ് ചില രാജ്യങ്ങളിൽ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് ചില പ്രദേശങ്ങളിൽ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് ചില വീടുകളിൽ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് ചില ഓഫീസുകളിൽ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ് ചില പ്രത്യേക സംഘങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇല്ലേ? സംഘടനകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി വളരെ കഷ്ടപ്പെട്ട് അത് അന്യന് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ തേനും പാലും ഒഴുക്കുന്നൊരു പ്രദേശമായി തീർക്കുമ്പോൾ അതിനെ വിഘടിപ്പിക്കുകയും അതിനകത്ത് തല്ലുണ്ടാക്കുകയും അവിടെ തന്നെ ഒരു ആസുരിക അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അത് ചെയ്തവനെ പുറത്താക്കുകയും എന്നിട്ട് അവിടെ സ്വന്തമാക്കുകയും ചെയ്യുക എന്നുള്ള കുശാഗ്ര ബുദ്ധി അതിന്നും പല മേഖലകളിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്ക് കേട്ടിട്ട് ഗണേശ്വരൻ പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം എന്തായാലും എനിക്ക് തരാൻ പറ്റില്ല. നിങ്ങൾ സ്ത്രീകളുടെ പ്രലോഭനത്തിന് വഴങ്ങിയാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത്. കണ്ടോ, ഒരിക്കൽ നിങ്ങൾ പട്ടിണി മൂലം വളരെയധികം ദുഃഖിക്കേണ്ടി വന്നപ്പോൾ ഗൗതമ മഹർഷിയുടെ കാരുണ്യത്താലാണ് നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചത്. എന്നാൽ നിങ്ങളാകട്ടെ അദ്ദേഹത്തിന് ഉപദ്രവം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. യാതൊരു തെറ്റും ചെയ്യാത്ത മഹർഷിയോട് കുപിതരുമായിരിക്കും. ഇത് നിങ്ങളുടെ നാശത്തിന് വഴിതെളിക്കുമെന്ന് ഓർക്കുക. നന്മയ്ക്കൊരിക്കലും തിന്മയുടെ ഫലം ലഭിക്കുകയില്ല. ഇതെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഗണേശൻ പറയുകയാണ്, നന്മയ്ക്ക് ഒരിക്കലും തിന്മയുടെ ഫലം ലഭിക്കുകയില്ല, അതുപോലെ തിന്മയ്ക്ക് നന്മയുടെ ഫലവും ലഭിക്കുകയില്ലെന്നൊരിക്കൽ ബ്രഹ്മദേവൻ തന്നെ പറയുകയുണ്ടായി. ഇത് നമ്മുടെ പ്രകൃതി നിയമമാണ്, പ്രപഞ്ച സത്യമാണ്, മഹാദേവന്റെ ഉത്തരവാണ്, മഹാദേവന്റെ കൽപ്പനയാണ്. അതായത് നന്മയ്ക്ക് ഒരിക്കലും തിന്മയുടെ ഫലം ലഭിക്കുകയില്ല. അതായത് ഗുരു നേരത്തെ പറഞ്ഞതുപോലെ ജാനകി എന്ന് പറയുന്ന സ്ത്രീ നന്മ മാത്രം ചെയ്തുകൊണ്ടിരിക്കെ പങ്കജാക്ഷി എന്ന് പറയുന്ന സ്ത്രീ അവർക്ക് തിന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പങ്കജാക്ഷിക്ക് തിന്മ ലഭിക്കൂ, ജാനകിക്ക് തിന്മ ലഭിക്കില്ല. കാരണം ജാനകി നന്മ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജാനകി തിന്മയും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണെങ്കിൽ പങ്കജാക്ഷി വിചാരിക്കുന്നു ജാനകിക്ക് ഇനിയും തിന്മ കൊടുക്കാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അതിൽ നിന്ന് കുറേയൊക്കെ ഫലമുണ്ടായി എന്ന് വരാം. അതുപോലെ തന്നെ തിന്മയ്ക്ക് നന്മയുടെ ഫലവും ലഭിക്കുകയില്ല. ഒരാൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, നിങ്ങളൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്യണം, ദാനങ്ങൾ ചെയ്യണം, അന്നദാനങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തണം. അത് നിങ്ങൾ ഒരാളെങ്കിലും സഹായിച്ച ഒരാളുടെ മനസ്സിൽ നിന്നെങ്കിലും ആ ഒരു കരുണ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതാണ്. കാരണം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തിന്മയ്ക്ക് നന്മയുടെ ഫലവും ലഭിക്കുകയില്ല. അതുകൊണ്ട് ഗുരു ഇവിടെ പ്രാർത്ഥിച്ചും പഞ്ചനമസ്കാരം ചെയ്തും ഭസ്മാഭിഷേകം ചെയ്തും ഉപവാസം ഇരുന്നുമൊക്കെ ഒരു വ്യക്തിക്ക് വേണ്ടി പലരും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പുറവും ഇപ്പുറമൊക്കെ അതാണ്, അസുഖങ്ങളാണ്, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇത് ഗുരു പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ വിട്ടുപോകുമോ? അങ്ങനെയുള്ള അത്ഭുതമൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെയുള്ള രോഗശാന്തി ശുശ്രൂഷകളൊന്നും ഇവിടെ നടക്കുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഇതുണ്ടായേ പറ്റൂ. എന്താണ്? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തിന്മയ്ക്ക് നന്മയുടെ ഫലം ലഭിക്കുകയുമില്ല. ഇവിടെ മഹാദേവ പ്രചാരക സംഘവും സ്വയംഭൂസാനും ഗുരുവും എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ ഭഗവത് കൃപയ്ക്കനുസരിച്ച് ജപവും പ്രാർത്ഥനയും ചെയ്തു വരുമ്പോൾ അതിനകത്തൊരു പുണ്യമുണ്ട്, ഒരു നന്മയുണ്ട്. അത് നിങ്ങളിലേക്ക് നൽകി നിങ്ങളുടെ ആവലാതികളും നിങ്ങളുടെ വിഷയങ്ങളും മാറ്റുന്നതിന് വേണ്ടിയിട്ട് മന്ത്രജപം ജപിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ തിന്മയാണെങ്കിൽ ഈ നന്മയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ആരും കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. എവിടെ പോയാലും ലഭിക്കില്ല, ആരുടെ അടുത്ത് പോയാലും ലഭിക്കില്ല. എവിടെ കോഴിമുട്ട തല്ലി പൊട്ടിച്ചിട്ടോ, എവിടെ കാഞ്ഞിര കുറ്റിയിൽ കയറ് ചുറ്റിയിട്ടോ, എവിടെ വാഴപ്പിണ്ടി വെട്ടി കീറിയിട്ടോ, എവിടെ കുമ്പളങ്ങി വെട്ടി മുറിച്ചിട്ടോ നിങ്ങൾക്കത് കിട്ടില്ല. ഒരു പൂജയും ഹോമവും നടത്തിയാലും ലഭിക്കില്ല. കാരണം അത് പ്രകൃതിയുടെ നിയമമാണ്. അത് പ്രകൃതി അങ്ങനെയാണ്, അത് മഹാദേവന്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് ഗണേശൻ ഇവിടെ അവരോട് പറയുന്നത് നന്മയ്ക്കൊരിക്കലും തിന്മയുടെ ഫലം ലഭിക്കുകയില്ല, അതുപോലെ തിന്മയ്ക്ക് നന്മയുടെ ഫലവും ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ഇവിടെ പലരും കൂടോത്രം ചെയ്യുന്നു, ആഭിചാരം ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അവർ ഇന്നതുപോലെ ചെയ്യുന്നു. നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ നന്മ ചെയ്യുന്നേ, നിങ്ങളുടെ അയൽക്കാരനോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ അതിനൊന്നും ഒരു ഫലവും ഇല്ല. അത് ഗുരു ആദ്യമേ പറയട്ടെ. ഇനി അങ്ങനെ ഒരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്കല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും നന്മ ചെയ്യുന്നേ. കഴിവ് പോലെ ഒരു 10 രൂപ കൊടുത്ത ഒരാൾ ചായ വാങ്ങിച്ചു കൊടുക്കുന്നേ, മറ്റൊരാൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യുന്നേ. അങ്ങനെ പല മനസ്സുകളിൽ നിന്ന് നിങ്ങൾ കരുണ വാങ്ങിക്കുന്നേ. പല മനസ്സുകളിൽ നിന്ന്, ഒരു മൃഗത്തിൽ നിന്നാണെങ്കിലും, ഒരു പക്ഷിയിൽ നിന്നാണെങ്കിലും, ഒരു പുല്ലിൽ നിന്നാണെങ്കിലും, ഒരു പുഴുവിൽ നിന്നാണെങ്കിലും, ഒരു മനുഷ്യനിൽ നിന്നാണെങ്കിലും നിങ്ങൾ കരുണ വാങ്ങൂ. അവർക്ക് ആവശ്യമുള്ള നൽകിയിട്ട് അത് നിങ്ങൾ എത്ര പണം കൊടുത്താലും കിട്ടില്ല. നിങ്ങളുടെ ഓരോ പ്രവൃത്തി കൊടുത്ത് നിങ്ങൾ അങ്ങോട്ട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിൽ കിട്ടുന്നതാണ്.
അങ്ങനെ ആ കരുണ നിങ്ങൾ വാങ്ങുന്തോറും മറ്റവൻ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ഒരു ഭാഗത്ത് നന്മ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് തിന്മ വരണമെന്ന് ആര് പ്രവർത്തിച്ചാലും ആ തിന്മയൊക്കെ നിങ്ങൾക്ക് തിന്മ വരണമെന്ന് ആഗ്രഹിച്ചവന്റെയോ അവരുടെയോ അവളുടെയോ അടുത്തേക്ക് തന്നെ പോകും. അതിന് യാതൊരു സംശയവുമില്ല. ഇത് ഗുരു എവിടെ വേണമെങ്കിലും പറയും. കാരണം ഇത് മഹാദേവന്റെ അരുളാണ്. ഇത് മഹാദേവൻ പറഞ്ഞിട്ടുള്ളതാണ്. അതൊരിക്കലും തെറ്റില്ല. അത് പ്രപഞ്ച സത്യമാണ്. അതിനെ തിരുത്താനോ അതങ്ങനെയല്ല എന്ന് പറയാനോ ആരും വരണ്ട. അതാണ് സത്യം. അതുകൊണ്ടാണ് മക്കളെ ഇവിടെ നിന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായി നന്മയിലേക്ക് അടുപ്പിക്കൂ. നിങ്ങൾ കരുണ വാങ്ങൂ. നിങ്ങൾ ഫിക്ഷ വാങ്ങൂ. മറ്റുള്ളവരിൽ നിന്ന് ഫിക്ഷ പോലെ നിങ്ങൾ ഒരു മനസ്സിൽ നിന്ന് ഒരു സന്തോഷം, അവരുടെ ഒരു ആഹ്ലാദം, അതിന് എന്ത് ചെയ്താൽ കിട്ടും, ആ ഒരു കരുണ നിങ്ങൾ വാങ്ങൂ. അതൊരു ഡിപ്പോസിറ്റ് ആക്കൂ. അവിടെ ഒരു നന്മ നിൽക്കട്ടെ. ഇതേ ഗുരു പറയുന്നുള്ളൂ. ഇത് തന്നെയാണ് ഇവിടെ ഗണേശ ഭഗവാനും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മദേവൻ പോലും ഒരിക്കൽ പറയുകയുണ്ടായി ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തി ഗൗതമനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നന്മയുണ്ടാക്കുന്നതാണ്. അദ്ദേഹം നിങ്ങൾക്ക് തീർച്ചയായും സൗഖ്യം തന്നെ പ്രദാനം ചെയ്യും. അതിനാൽ ഈ വരം ഉപേക്ഷിച്ച് മറ്റെന്തു വേണമെങ്കിലും ആവശ്യപ്പെടുക. അതായത് നിങ്ങൾ ഇതൊക്കെ ഉപേക്ഷിച്ച് നിൽക്കൂ. അദ്ദേഹം നിങ്ങൾക്ക് സൗഖ്യം മാത്രമേ തരൂ. നിങ്ങൾ അയാളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. എന്നാലും ഗണേശൻ പറഞ്ഞ വാക്കുകൾ ഈ ബ്രാഹ്മണർക്ക് അത്ര രസിച്ചില്ല. അവർ ഈ മഹാത്മാവിന്റെ വാക്കുകൾ അനുസരിക്കാൻ കൂട്ടാക്കാതെ കൂട്ടാക്കിയില്ല. അപ്പോൾ ഗണേശൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ആവശ്യപ്പെട്ടത് തന്നെ ഞാൻ നൽകാം. പക്ഷേ ഗണപതി ഭഗവാൻ അങ്ങനെ ഒന്നുണ്ട്. ഇത് നിൽക്കുന്നവൻ ആരാണെങ്കിലും ഒരു വിഷമം കണ്ടാൽ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാൻ നൽകാം. പക്ഷെ അതുമൂലം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞ ശേഷം ഗണേശൻ അപ്രത്യക്ഷനായി. കാരണം നിങ്ങൾ എന്നോട് ചോദിച്ചത് ഞാൻ തരുന്നുണ്ട്. പക്ഷെ അതുമൂലം നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇതുപോലെ കണ്ട കപട ജ്യോതിഷിയുടെ അടുത്തും മന്ത്രവാദികളുടെ അടുത്തും അവിടെയും ഇവിടെയും ഒക്കെ പോയിരുന്നിട്ട് ഓരോന്ന് ഇതങ്ങനെയാണ്, അവൻ ഉടനെ നശിക്കും, മറ്റവൻ ഇവിടെ നശിക്കും, അവൻ ഇങ്ങനെയാണ്, ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ പൊന്നുമക്കളെ, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയുന്നു, നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. മാതൃദോഷം, പിതൃദോഷം, മാതാവിന്റെ ഭാഗത്തുനിന്ന് ദോഷം, പിതാവിന്റെ ഭാഗത്തുനിന്ന് ദോഷം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ലക്ഷങ്ങളൊക്കെ മുടക്കി, ആയിരങ്ങളൊക്കെ മുടക്കി പൂജയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ രാജാവിനെ പോലെ ജീവിക്കുന്ന പല ജ്യോതിഷികളെയും ഗുരുവിനറിയാം. അതുകൊണ്ട് അവരോടൊക്കെയും, അവരെ അടുത്തു പോകുന്നവരോടൊക്കെയും ഗുരുവിന് പറയാനുള്ളത് ഒന്നേയുള്ളൂ, നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിന് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു ദിവസം ഗൗതമന്റെ വയലിൽ നെല്ലും ഗോതമ്പും അദ്ദേഹം നട്ടുപിടിപ്പിച്ചിരുന്നുവല്ലോ. ഗണേശൻ ഒരു ചാവാലി പശുവിന്റെ രൂപം കൊണ്ട് അവിടെ ചെന്ന് കിടന്നു. ബ്രാഹ്മണർക്ക് കൊടുത്ത വരം നിമിത്തം പശു നെല്ലും ഗോതമ്പും തിന്നു തുടങ്ങി. ഈ അവസരത്തിൽ ഗൗതമൻ അവിടെ വന്നു. ആ പശുവിനെ കണ്ട് അനുകമ്പ തോന്നിയ ഗൗതമ മുനി ഒരു പിടി പുല്ലു പറിച്ചെടുത്ത് ആ ചാവാലി പശുവിനെ ഇങ്ങനെ, നമ്മൾ സാധാരണ പശുവിനെ അവിടെ നിന്ന് എണീക്കാൻ പറയുന്നത് പോലെ തൊടത്തില്ലേ, അതുപോലെ പുല്ലുകൊണ്ട് വെറുതെ ഇങ്ങനെ ശരീരത്തിലേക്ക് തൊട്ടു. അപ്പോൾ ആ എണീക്കാൻ വേണ്ടിയിട്ട് ആ പുൽക്കൊടികൾ സ്പർശിച്ച ഉടനെ തന്നെ പശു നിലത്ത് വീഴുകയും ഗൗതമൻ നോക്കി നിൽക്കെ തന്നെ ആ പശു ചത്തുപോവുകയും ചെയ്തു. ഇതെല്ലാം ഒളിച്ചു നിന്ന് ബ്രാഹ്മണരും പത്നികളും കാണുന്നുണ്ടായിരുന്നു. ദുർബുദ്ധികളായ അവർ ഓടിവരികയും പശു ചത്തതിന് ഗൗതമനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. പരിഭ്രാന്തരായ ഗൗതമൻ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ അഹല്യയും അവിടെ വന്നു ചേർന്നു. അപ്പോൾ ഗൗതമ മുനി സങ്കടപ്പെട്ടു പറഞ്ഞു, ദേവി അഹല്യ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഭഗവാൻ മഹേശ്വരൻ എന്നെ പരീക്ഷിക്കുകയായിരിക്കും. അതോ കോപിച്ചിരിക്കുകയാണോ? ഇനി എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് ഒന്നും അറിയില്ല. കാരണം ഗണേശൻ ആ പറഞ്ഞ വാക്കിൻ അങ്ങനെ ഒന്ന് ചെയ്തല്ലേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. ഇത് മറ്റുള്ള ആ ബ്രാഹ്മണർക്കുള്ള ഒരു ദോഷത്തിന് വേണ്ടിയാണെന്നുള്ള കാര്യം അവർ പോലും അറിയുന്നില്ല. അങ്ങനെ അത് കേട്ട് ബ്രാഹ്മണരും ഭാര്യമാരും ഗൗതമനോട് വഴക്കിട്ടു. അദ്ദേഹത്തെ പലതരത്തിലും കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്തു. എതിർക്കാൻ ചെന്ന അഹല്യയെ ബ്രാഹ്മണ സ്ത്രീകളെല്ലാവരും കൂടിയിട്ട് വട്ടം കൂട്ടിയിട്ട് തല്ലിച്ചതച്ചു. സകലരാലും ഗൗതമൻ അപമാനിതനും പീഡിതനുമായി തീർന്നു. എന്നിട്ടും ബ്രാഹ്മണരുടെ പക കെട്ടടങ്ങിയില്ല. അവർ ഗൗതമനോട് ഇങ്ങനെ പറഞ്ഞു, ഗൗതമ മുനി, നിങ്ങൾ ഈ ആശ്രമം വിട്ടു പോവുക. നിങ്ങൾ ഇവിടെ വസിക്കുന്ന കാലത്തോളം അഗ്നിദേവനും പിതൃക്കളും ഞങ്ങൾ നൽകുന്ന യാതൊരു ഹവ്യങ്ങളും സ്വീകരിക്കുകയില്ല. നിങ്ങൾ ഗോഹത്യയിലൂടെ മഹാപാപിയായി തീർന്നിരിക്കുന്നു. അതിനാൽ ഉടൻ ഇവിടെ നിന്ന് പോവുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗൗതമനെ സകലരും ചേർന്ന് കല്ലെറിഞ്ഞ് ഓടിക്കാൻ ശ്രമിച്ചു. അവരുടെ പീഡനം സഹിക്കവയ്യാതായപ്പോൾ ഗൗതമൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണന്മാരെ, നിങ്ങൾ ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത്.
ഞങ്ങൾ ഇവിടെ നിന്നും എവിടേക്കെങ്കിലും പോയിക്കോളാം, കാരണം കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ ശേഷം ഗൗതമൻ അഹല്യയെയും കൂട്ടി ആ ആശ്രമം വിട്ട് ഒരു കാതം അകലെയുള്ള ഒരു സ്ഥലത്ത് ചെന്ന് മറ്റൊരു ആശ്രമം സ്ഥാപിച്ചു. എന്നാൽ ദുഷ്ടരായ ബ്രാഹ്മണർ അവിടെയും ജീവിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. അവർ പറഞ്ഞു, കാരണം ഇദ്ദേഹം എവിടെയൊക്കെ പോയി ഒളിക്കുന്നുവോ അവിടെയെല്ലാം ചെന്ന് ഇവരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ ബ്രാഹ്മണർ പറഞ്ഞു, നിങ്ങൾ പാപിയാണ്, പാപം നിങ്ങളെ വിട്ടുമാറുന്ന കാലത്തോളം നിങ്ങൾ യജ്ഞമോ യാഗമോ ചെയ്യാൻ പാടില്ല, അതിന് ഞങ്ങൾ അനുവദിക്കുകയുമില്ല നിങ്ങളെ. ബ്രാഹ്മണർ പറഞ്ഞതനുസരിച്ച് ഗൗതമൻ 15 ദിവസം ഒരുവിധം കഴിച്ചുകൂട്ടി. കാരണം തന്റെ യജ്ഞങ്ങളോ പൂജാതി കാര്യങ്ങളോ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. ഇവർ കണ്ടാൽ കല്ലെറിയുന്നു. ആകെ പഴവശനായ ഗൗതമൻ എന്തു ചെയ്തു? 15 ദിവസം വല്ലവിധിനെയും കഴിച്ചുകൂട്ടി. ദുഃഖിതനായ മുനിവര്യൻ പരിശുദ്ധിക്ക് വേണ്ടി വീണ്ടും വീണ്ടും അപേക്ഷിച്ചപ്പോൾ അതിലൊരു ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞു, ഗൗതമ, നിങ്ങൾ ചെയ്ത പാപം മുഴുവൻ ഏറ്റുപറഞ്ഞ് 3 പ്രാവശ്യം ഈ ഭൂമണ്ഡലം പ്രദർശനം ചെയ്യുക. നോക്കൂ, ഒരു പ്രാവശ്യം തന്നെ ഒരു മനുഷ്യൻ വിമാനത്തിൽ ഭൂമണ്ഡലം പ്രദർശനം ചെയ്യണമെങ്കിൽ തന്നെ എത്ര സമയമെടുക്കും? കപ്പലിൽ പോകണമെങ്കിൽ എത്ര സമയമെടുക്കും? ഒരു വാഹനത്തിൽ പോകണമെങ്കിൽ എത്ര സമയമെടുക്കും? അപ്പോൾ ഒരു മനുഷ്യൻ 3 പ്രാവശ്യം ഈ ഭൂമണ്ഡലത്തെ പ്രദർശനം ചെയ്യണമെങ്കിൽ എത്ര സമയമെടുക്കും? അറിയില്ല. അതാണ് കൊടുത്തിരിക്കുന്ന ശിക്ഷ. 3 പ്രാവശ്യം ഈ ഭൂമണ്ഡലം പ്രദർശനം ചെയ്യുക. അതിനുശേഷം 1 മാസക്കാലം വ്രതമനുഷ്ഠിക്കുക. പിന്നീട് ബ്രഹ്മഗിരിക്ക് ചുറ്റും 101 പ്രാവശ്യം പ്രദർശനം നടത്തുക. ബ്രഹ്മഗിരി എന്ന് പറയുന്നതിന്റെ ആ ഒരു വലിപ്പം എത്രമാത്രം ഉണ്ടെന്നറിയാം. അത് 101 തവണ പ്രദർശനം ചെയ്യുമ്പോൾ തന്നെ അനേകം വർഷങ്ങൾ കഴിഞ്ഞു പോകും. അതിനുശേഷം 101 പ്രാവശ്യം പ്രദർശനം നടത്തുക. അപ്പോൾ നിങ്ങൾ പരിശുദ്ധനാകും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഗംഗയെ കൂട്ടിക്കൊണ്ടുവന്ന് അതിൽ സ്നാനം ചെയ്യുക. ഇതും നടപടിയുള്ള കാര്യവുമല്ല. അങ്ങനെ 1 കോടി പാർത്ഥിവലിംഗമുണ്ടാക്കി വച്ച് മഹാദേവനെ ആരാധിക്കണം. എന്നിട്ട് 1 കോടി ശിവലിംഗം ഉണ്ടാക്കിയെടുക്കാൻ തന്നെ എത്ര സമയം വേണ്ടിവരും എന്ന് ആലോചിക്കുക. എന്നിട്ട് 100 കുടം വെള്ളം കൊണ്ട് പാർത്ഥിവലിംഗത്തിന് സ്നാനം ചെയ്യുക. തീർച്ചയായും നിങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നതാണ്. ഋഷികൾ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഗൗതമൻ അങ്ങനെ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പിന്നീട് ഗൗതമൻ പാർത്ഥിവലിംഗം സ്ഥാപിച്ചുകൊണ്ട് ശിവപൂജ നടത്തി. അതിൽ പ്രദക്ഷിണം വെച്ചു. 100 കുടം ജലം കൊണ്ട് സ്നാനം നടത്തി. പതിവ്രതയായ അഹല്യയും ഗൗതമനോടൊപ്പം ചേർന്നു. അത് മുടങ്ങാതെ അനുഷ്ഠിച്ചു വന്നു. ആ അവസരത്തിൽ ശിഷ്യന്മാരും ഉപശിഷ്യന്മാരും അവർ 2 പേരെയും പരിചരിച്ചിരുന്നു. ഗൗതമന്റെയും പത്നിയുടെയും തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ പരമേശ്വരൻ പാർവതി സമേതനായി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കാരണം 101 ശിവലിംഗങ്ങൾ ഉണ്ടാക്കി വെച്ചു. അതിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ തന്നെ ബ്രഹ്മാണ്ടത്തിന് പ്രദക്ഷിണം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഭൂമണ്ഡലത്തിന് പ്രദക്ഷിണം ചെയ്യുന്നതിന് തുല്യമായി തീർന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മഹാമുനി, അങ്ങയുടെ അത്യുത്തമമായ ഭക്തിയിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. എന്തു വരം വേണമെന്ന് ചോദിച്ചു കൊള്ളുക. ഭഗവാൻ ശങ്കരന്റെ സുന്ദര രൂപം കണ്ട ആകൃഷ്ടനായ മുനി ഭക്തിപൂർവം ഭഗവാനെ നമസ്കരിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ, ഭക്തവത്സല, അടിയനെ എന്നും പാപമില്ലാത്തവനാക്കി മാറ്റണമേ. കാരണം ഒരു പാവവും തന്നിൽ വരാൻ പാടില്ല. അല്ലാതെ തനിക്ക് അവിടെ തിരിച്ചെത്തണമെന്നോ തന്റെ ഭൂപ്രദേശം വേണമെന്നോ അല്ല. പാപമില്ലാത്തവനാക്കി മാറ്റണമേ. മഹാമുനി, അങ്ങ് ധന്യനാണ്. മഹാദേവൻ പറയുകയാണ്, കൃതകൃതനാണ്. എപ്പോഴും എന്റെ ഭക്തിയിൽ ലയിച്ചിരിക്കുന്ന അങ്ങ് എങ്ങനെയാണ് പാപമുള്ളവനാവുക? ഇതുകൊണ്ടാണ് ഗുരു പറയുന്നത്, നിങ്ങൾ നമഃശിവായ നിങ്ങൾ ദിവസവും ജപിക്കണം. അത് മതി പാപമുക്തനാകുവാൻ, പാപമുക്തയാകുവാനും. ഭഗവാൻ തുടർന്നു, ആ ദുഷ്ടന്മാർ അങ്ങയെ വഞ്ചിച്ചതാണ്. ദുഷ്ടന്മാരും നീചരും പാപികളുമായവർ കൃതജ്ഞരാണ്. അവരെ കാണുന്ന പാപമില്ലാത്തവർ പോലും പാപികളായി മാറും. അതുകൊണ്ട് എന്റെ മക്കളെ, നിങ്ങൾ അന്യനെ ഉപദ്രവിക്കുകയോ അന്യർക്ക് പാപം ചിന്തിക്കുകയോ അന്യന്റെ മുതലുകൾ കൈയിട്ട് വാരുകയോ അല്ലെങ്കിൽ അതിലേക്ക് കണ്ണുവയ്ക്കുകയോ അന്യൻ്റേത് എന്തും അന്യന് ഉപദ്രവകരമായ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങളെ കാണുന്നവർക്ക് കൂടി പാപമുണ്ടാകും. അങ്ങനെയെങ്കിൽ നിങ്ങളെ കാണാൻ ഭഗവാൻ വരുമോ? നിങ്ങളെ കാണാൻ ഭഗവാൻ വരുമോ? നിങ്ങളെ കണ്ടാൽ ഭഗവാന് പാപമുണ്ടാകും. അതുകൊണ്ട് ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമോ? പറയൂ. നിങ്ങളുടെ മനസ്സ് സംശുദ്ധമാക്കി വെക്കണമെന്നാണ് ഗുരു ഇവിടെ എപ്പോഴും പറയുന്നത്. കാരണം നിങ്ങൾ അങ്ങനെ ആക്കി വെക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ മനസ്സിൽ അന്യന്റെ ഉപദ്രവം, സഹോദരന് നേരെയുള്ള ഉപദ്രവം, സഹോദരിക്ക് നേരെയുള്ള ഉപദ്രവം, അയൽക്കാരനോടുള്ള അസൂയ, അവൻ 2 നില വീട് വെച്ചാൽ ഇപ്പുറത്ത് 1 നിലയേ ഉള്ളൂ, അതിനസൂയ, അല്ലെങ്കിൽ ഒരാൾ കാർ വാങ്ങിയാൽ കാർ ഇല്ലാത്തവൻ അസൂയ, അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി കിട്ടിയാൽ ജോലി കിട്ടാത്തവൻ അസൂയ. ഈ അസൂയ ഇതെല്ലാം എടുത്ത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റി, അല്ലെങ്കിൽ
ജോലി സ്ഥലത്തുള്ള പരസ്പരം ഇതൊക്കെ ഈ ഒരു ചേരിതിരിവൊക്കെ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് ഒതുങ്ങിക്കൊണ്ട് നിങ്ങൾ ഭഗവാന്റെ മകനാണ് മകളാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നന്മയോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങളെ ഭഗവാൻ കാണൂ. കാരണം നിങ്ങൾ പാപഹേതുവായ ശരീരത്തിനോ പാപഹേതുവായ മനസ്സിന്റെയോ ഉടമയാണെങ്കിൽ നിങ്ങളെ കാണുന്നവർക്ക് കൂടി പാപമുണ്ടാകുമെന്ന് മഹാദേവൻ പറയുന്നു. അവരെ കാണുന്ന പാപമില്ലാത്തവർ പോലും പാപികളായി മാറും. അതായത് നിരന്തരം നമശിവായ എന്ന് ജപിച്ചുകൊണ്ടും പ്രദോഷ വ്രതങ്ങളൊക്കെ എടുത്തുകൊണ്ടും ശിവരാത്രി വ്രതങ്ങളൊക്കെ എടുത്തുകൊണ്ടും എല്ലാവിധത്തിലും പാപവിമുക്തരായി കഴിയുന്നവർ പോലും ഇതുപോലുള്ള ആൾക്കാരെ കണ്ടാൽ പാപികളായി തീരുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്ത് നിങ്ങൾ അങ്ങനെയുള്ള മനസ്സുമായി വിളിച്ചു പ്രാർത്ഥിച്ചാൽ മഹാദേവൻ വരുമോ? നിങ്ങളെ കാണില്ല. കാരണം നിങ്ങൾ പാപമുക്തരായാൽ മാത്രമേ ഭഗവാന്റെ ഊർജം അവിടേക്ക് വരികയുള്ളൂ. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് തുടർന്നു, അങ്ങയെ ദർശിക്കുന്നവരുടെ സകല പാപങ്ങളും ആ ക്ഷണം തന്നെ വിട്ടുമാറുകയും ചെയ്യും. എന്നാൽ അവരെ കാണുന്നവരുടെ, ആ ബ്രാഹ്മണരെ അല്ലെങ്കിൽ അങ്ങയെ ഉപദ്രവിച്ചവരെ കാണുന്നവർ പാപമില്ലാത്തവരാണെങ്കിലും പാപികളാകുമെന്നാൽ ഗൗതമ മുനി അങ്ങയെ കാണുന്നവർക്ക് എന്താണ്? സകലവരുടെ പാപവും ആ ക്ഷണം തന്നെ ഇല്ലാതാവുകയും ചെയ്യും. മഹാദേവന്റെ അരുളപ്പാട് കേട്ട് ഗൗതമൻ വിസ്മയിച്ചു. അദ്ദേഹം ഭക്തിപൂർവം ഭഗവാനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, മഹേശ്വര, ആ ബ്രാഹ്മണന്മാർ മംഗളകരമായ കാര്യമാണ് ചെയ്തത്. അവർ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അങ്ങയെ ദർശിക്കാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ അവർ ധന്യരാണ്. അവരുടെ ദുരാചാരം മൂലമാണ് എനിക്ക് ഈ ഭാഗ്യം ലഭിച്ചത്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, നിങ്ങളെ ഇനിവെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ ജോലി സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു ജോലി സ്ഥലത്തേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, നിങ്ങൾ സഹിക്കാവുന്നതിന്റെ അപ്പുറം സഹിച്ചു. ഗൗതമ മുനി എന്തൊക്കെ സഹിച്ചു? പത്നിയെ എല്ലാവരും കൂടി, അഹല്യയെ എല്ലാവരും കൂടി വളഞ്ഞു കൂട്ടിയിട്ട് സ്ത്രീകൾ ചവിട്ടി മെതിച്ചു തല്ലിയില്ലേ? ഗൗതമമുനിയെ കല്ലെറിഞ്ഞില്ലേ? ഇതുപോലെയൊക്കെ നിങ്ങളെ കല്ലെറിയുകയോ ചവിട്ടുകയോ എന്നുള്ളതല്ല, വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ആ രീതിയിൽ മാനസികമായും ഒക്കെയും ഉപദ്രവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ അവസാനം മറ്റെവിടെയെങ്കിലും ചെന്നുപെട്ടാൽ തന്നെ നിങ്ങൾ വിചാരിക്കുക, എന്നോട് എന്തിനീ പരീക്ഷണം എന്നുള്ളതല്ല, ഇത് ഭഗവാൻ നിങ്ങൾക്കൊരു നന്മയിലേക്കുള്ള വഴി തെളിക്കുന്നതാണ്. അതാണ് ഇവിടെ ഗൗതമ മുനി പറഞ്ഞത്. മഹാദേവ, എന്റെ മഹേശ്വര, ആ ബ്രാഹ്മണർ മംഗളകരമായ കാര്യമാണ് ചെയ്തത്. കാരണം അന്ന് അഹല്യയെ വട്ടം കൂട്ടിയിട്ട് തല്ലിയില്ലായിരുന്നുവെങ്കിൽ, എന്നെ കല്ലെറിയില്ലായിരുന്നുവെങ്കിൽ, എന്നെ അവിടുന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്നോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അങ്ങയുടെ ഈ സുന്ദര രൂപം കാണുവാൻ കഴിയുമായിരുന്നു. എനിക്ക് അങ്ങയുടെ ഈ സുന്ദര രൂപം കാണുവാൻ കഴിയുമായിരുന്നു. എനിക്ക് അങ്ങയുടെ ലോകത്തെ സകല ജനങ്ങളും ദേവകളും ആഗ്രഹിക്കുന്ന ഈ മനോഹര രൂപം കാണുവാൻ കഴിയുമായിരുന്നു. ഇല്ല. എന്നാൽ എനിക്കത് കാണുവാൻ സാധിച്ചത് ആ ബ്രാഹ്മണരുടെ മംഗളകരമായ കാര്യമാണ് അവർ ചെയ്തത് കൊണ്ടാണ്. ഭഗവാനെ, എനിക്ക് ഈ ഭാഗ്യം ലഭിച്ചതെന്ന് ഗൗതമൻ പറഞ്ഞു. ഗൗതമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ വളരെയേറെ സന്തോഷം തോന്നി. ഭഗവാൻ ദയാദൃഷ്ടികളോടെ ഗൗതമനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഗൗതമ, നിങ്ങൾ ധന്യനാണ്. എല്ലാ മുനിമാരിലും വെച്ച് ശ്രേഷ്ഠനുമാണ്. അതിനാൽ നിങ്ങളിൽ ഞാൻ വളരെയധികം പ്രസന്നനായിരിക്കുന്നു. എന്തു വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക. മഹാദേവ ശംഭോ, അവിടുന്ന് പറഞ്ഞത് തികച്ചും സത്യമാണ്. സംഭവിച്ചതെല്ലാം നല്ലതിന് തന്നെ. പ്രഭു, അവിടുന്ന് എന്നിൽ സന്തുഷ്ടനാണെങ്കിൽ ലോകർക്ക് ഉപകാരം ചെയ്യുന്നതിനായി ഗംഗയെ എനിക്ക് പ്രദാനം ചെയ്താലും. ഇങ്ങനെ പറഞ്ഞ ശേഷം ഗൗതമൻ ഭഗവാൻ ശിവന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ ശിവൻ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സാരഭൂതമായ ജലം വരുത്തി ഗൗതമന് നൽകി. അപ്പോൾ ആ ജലം പരമസുന്ദരമായ സ്ത്രീരൂപം ധരിച്ച് അവിടെ വന്നു. ആ ഗംഗയെ കണ്ട് ഗൗതമ മുനി സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഗംഗയെ, ദേവി ധന്യയാണ്, കൃതകൃതയാണ്. ദേവിയുടെ സാന്നിധ്യം മൂലം ലോകം പരിശുദ്ധമായിരിക്കുന്നു. അതിനാൽ ദേവി നരകത്തിലേക്ക് താണുകൊണ്ടിരിക്കുന്ന എന്നെ നിശ്ചിത രൂപത്തിൽ നിന്നുകൊണ്ട് പവിത്രനാക്കിയാല്. അപ്പോൾ ഭഗവാൻ ഗംഗയോട് ഇങ്ങനെ പറഞ്ഞു, ദേവി ഗംഗയെ, നിങ്ങൾ ഗൗതമനെ പരിശുദ്ധനാക്കുക. അതോടൊപ്പം വൈവസ്വത മനുവിന്റെ കാലം 28ാം കലിയുഗം വരെ ഇവിടെ നിലനിൽക്കുക. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, 28ാമത്തെ കലിയുഗം. ഈ കലിയുഗ അവസാനം ഗംഗ പ്രത്യക്ഷമാകും. ഗംഗ പ്രത്യക്ഷമാകുമ്പോൾ കലിയുഗ അവസാനം വരും, ലോകം നശിക്കും. മഹാദേവ, അങ്ങയുടെ അനുഗ്രഹത്താൽ എല്ലാ
നദികളെക്കാളും മഹാത്മ്യമുള്ളവളാണ് ഞാൻ. അതിനാൽ അങ്ങ് അംബികയോടും ഗണങ്ങളോടുമൊപ്പം ഇവിടെ വസിക്കുകയാണെങ്കിൽ ഞാനും ഇവിടെ നിന്നുകൊള്ളാം. ഗംഗയുടെ വാക്ക് കേട്ട് ഭഗവാൻ പറഞ്ഞു, ഗംഗയെ നീ ധന്യയാണ്. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ നിന്നിൽ നിന്നും വേറെയല്ല. അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ ഇവിടെ സ്ഥിരമായി നിൽക്കുന്നതാണ്. അതിനാൽ ഗംഗയും ഇവിടെ സ്ഥിരമായി നിലകൊള്ളുക. ഭഗവാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഗംഗ വളരെയധികം സന്തോഷിച്ചു. ആ സമയത്ത് ദേവന്മാർ, ഋഷികൾ, അനേകം ഉത്തമ തീർത്ഥങ്ങൾ, നാനാ തരത്തിലുള്ള ക്ഷേത്രങ്ങളെല്ലാം അവിടെ വന്നു ചേർന്നു. അത് കണ്ട് സകല ദേവന്മാരും ഗംഗയെയും ഗൗതമനെയും കൈലാസനാഥനെയും വാഴ്ത്തി സ്തുതിച്ചു. ഹരഹര ശിവ ശംഭു, ജയ ജയ ശിവ ശംഭു, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഹരഹര മഹാദേവ, ജയ ജയ മഹാദേവ, ഹരഹര മഹാദേവ, ജയ ജയ മഹാദേവ എന്നിങ്ങനെയൊക്കെ അവർ സ്തുതിച്ചു കൊണ്ടുനിന്നു. ആ സമയത്ത് ഗംഗയും മഹാദേവനും ദേവന്മാരോടും ഋഷികളോടുമായി പറഞ്ഞു, ഹേ ദേവന്മാരെ, ഋഷികളെ, ഞങ്ങൾ നിങ്ങളിൽ സന്തുഷ്ടരാണ്. അതിനാൽ നിങ്ങൾക്ക് വരം നൽകാൻ ആഗ്രഹിക്കുന്നു. ഉത്തമ വരങ്ങൾ ചോദിച്ചു കൊള്ളുക. അല്ലയോ പരമേശ്വര, അങ്ങും ദേവി ഗംഗയും ഞങ്ങളിൽ സന്തുഷ്ടരാണെങ്കിൽ ഞങ്ങൾക്കും ഭൂലോകവാസികൾക്കും സൗഖ്യം പ്രദാനം ചെയ്യുന്നതിനായി ഇവിടെ വസിക്കണം. അതായത് ദേവന്മാർക്കും ഭൂലോകത്തിലുള്ളവർക്കും, അതായത് മനുഷ്യരായാലും മൃഗങ്ങളായാലും ഈ ഭൂലോകത്തിൽ വസിക്കുന്നവരാരാണെങ്കിലും അവർക്ക് കൂടി സൗഖ്യം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ വസിക്കുക. ദേവന്മാർ ഇങ്ങനെ അപേക്ഷിച്ചപ്പോൾ ഗംഗാദേവി പറഞ്ഞു, അല്ലയോ ദേവന്മാരെ, നിങ്ങൾ എന്തുകൊണ്ട് എല്ലാവരുടെയും ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വസിക്കുന്നില്ല? ഞാൻ വന്നത് ഗൗതമുനിയുടെ പാപം കഴുകി കളയുന്നതിന് വേണ്ടിയാണ്. അതിനാൽ ആ കർമ്മം ചെയ്തിട്ടുടനെ ഞാൻ തിരിച്ചു പോകും. നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് എന്തെങ്കിലും പരിഗണന നൽകുന്നുവെങ്കിൽ ഞാൻ നിശ്ചയമായും ഇവിടെ വസിക്കുന്നതാണ്. അതായത് ദേവന്മാരും കൂടി വരണം, ദേവന്മാരും കൂടി ഇവിടെ ഉണ്ടാകണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ട് ദേവന്മാർ ഗംഗാദേവിയോട് പറഞ്ഞു, നദികളിൽ ശ്രേഷ്ഠയായ ഗംഗെ, സകലർക്കും അത്യാനന്ദം നൽകുന്ന ഗംഗെ, എല്ലാവർക്കും അത്യാനന്ദം പ്രധാനമായ വ്യാഴം ചിങ്ങരാശിയിൽ വരുമ്പോഴെല്ലാം ഞങ്ങളെല്ലാവരും ഇവിടെ വന്നുകൊള്ളാം. അതായത് വ്യാഴം ചിങ്ങരാശിയിൽ വരുന്ന സമയം ഈ ദേവന്മാരെല്ലാം ഈ പ്രദേശത്ത് ഗൗതമീ തടത്തില് ഗംഗാസ്നാനത്തിനായി വരും എന്ന് വാക്കുകൊടുത്തു. അതിൽ സംശയം വേണ്ട. 11 വർഷം വരെ കഴുകിക്കളയുന്ന ലോകരുടെ പാതകം മൂലം നീ മലിനമാവുകയാണെങ്കിൽ ആ പാപം കഴുകിക്കളയുന്നതിനായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുന്നതായിരിക്കും. ഇത് സത്യമാണ്. അതിനാൽ ഗംഗാദേവി, നിങ്ങളും ശിവനും ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഇവിടെ വസിച്ചാലും വ്യാഴം ചിങ്ങരാശിയിൽ വസിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഇവിടെ വസിക്കുന്നതായിരിക്കും. ഈ അവസരത്തിൽ നിങ്ങളുടെ ജലത്തിൽ ത്രികാല സ്നാനവും ഭഗവാൻ ശങ്കരന്റെ ദർശനവും നടത്തി ഞങ്ങൾ പരിശുദ്ധരായി തീരും. അനന്തരം നിങ്ങളുടെ അനുമതി വാങ്ങി സ്വസ്ഥാനത്തേക്ക് തിരിച്ചു പോകുന്നതുമാണ്. ദേവന്മാരും ഋഷികളും ഇങ്ങനെ അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ ശങ്കരനും ഗംഗയും അവിടെ സ്ഥിരമായി തീർന്നു. അവിടത്തെ ഗംഗ ഗൗതമി അഥവാ ഗോദാവരി എന്ന പേരിൽ പ്രസിദ്ധയായി. ഇങ്ങനെ ഗോദാവരി എന്ന് പറയുന്ന നദി ഗൗതമി എന്നുള്ള പേരിൽ പ്രസിദ്ധയായി. ഗൗതമി എന്നും ഗോദാവരി എന്ന പേരിലും അറിയപ്പെട്ടു. അപ്പോൾ ഗംഗ തന്നെയാണ് ഗോദാവരി എന്ന പേരിൽ പ്രസിദ്ധയായി തീർന്നത്. ശങ്കരന്റെ ജ്യോതിർലിംഗം ത്രയംബകൻ എന്ന പേരിലും അറിയപ്പെട്ടു. അവിടെ കാണുന്ന ശിവലിംഗത്തെ ത്രയംബകൻ എന്ന പേരിലും അറിയപ്പെട്ടു. മഹാപാപങ്ങളെ കഴുകിക്കളയുന്നതാണ് ഈ ജ്യോതിർലിംഗം. അന്നു മുതൽ വ്യാഴം ചിങ്ങരാശിയിൽ സ്ഥിതി ചെയ്യുന്ന അവസരങ്ങളിൽ സകല തീർത്ഥങ്ങളും ക്ഷേത്രങ്ങളും ദേവന്മാരും പുഷ്കരം മുതലായ സരോവരങ്ങളും ഗംഗ മുതലായ നദികളും വിഷ്ണു തുടങ്ങിയ ദേവഗണങ്ങളും ഗൗതമി തീരത്ത് വന്ന് വസിക്കുന്നു. അതായത് വ്യാഴം ചിങ്ങരാശിയിൽ സ്ഥിതി ചെയ്യുന്ന അവസരങ്ങളിൽ നമ്മുടെ പ്രകൃതിയിലെ പോസിറ്റീവായിട്ടുള്ള മനുഷ്യന് ഐശ്വര്യത്തിനെയും സമ്പത്തും സമൃദ്ധിയും രോഗാദി ദുരിതങ്ങൾ അകറ്റുന്നതുമായ ഏറ്റവും വലിയൊരു ഊർജം, ഏറ്റവും വലിയൊരു എനർജി വ്യാഴം ചിങ്ങരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയത്ത് ഈ ഗൗതമി തടത്തില്, ഈ ഗോദാവരി നദീ തീരത്തില്, ഈ ഗൗതമി തടത്തില് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ വ്യാഴം ചിങ്ങരാശിയിൽ നിൽക്കുന്ന സമയത്ത് ഗൗതമി തടത്തില് ത്രയംബകം ശിവലിംഗത്തെ ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ ആഗ്രഹ സാഫല്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരുടെ രോഗാദി ദുരിതങ്ങളും പാപകർമ്മങ്ങളും ഒക്കെയും കഴുകിക്കളയുമെന്ന് മഹാദേവൻ പറയുന്നു. അങ്ങനെ ഗൗതമൻ പൂജിച്ച ത്രയംബകമെന്ന ജ്യോതിർലിംഗം ഈ ലോകത്തിലെ സമസ്ത ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വ്യാഴം ചിങ്ങരാശിയിൽ
വ്യാഴം ചിങ്ങരാശിയിൽ നിൽക്കുന്ന സമയത്ത് ഗൗതമൻ പൂജിച്ച ത്രയംബകം എന്ന ജ്യോതിർലിംഗത്തെ മനസ്സെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. കാരണം ആ സമയത്ത് ആ പ്രകൃതിയിൽ, അവിടത്തെ പ്രകൃതിയിൽ എന്ത് സംഭവിക്കുന്നു? സകലമാനമായ ഊർജങ്ങളും നല്ല പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ആ രാശി അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സകല ആഗ്രഹങ്ങളും സാധിക്കുമെന്ന് ഭഗവാൻ പറയുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കണം. തിന്മ വിതച്ചിട്ട് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക, നിങ്ങൾക്ക് നന്മ തന്നെ ലഭിക്കും. ഇതാണ് ത്രയംബകം ഗൗതമീതടേ എന്ന നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വേണം ഓർമ്മയിൽ ഉണ്ടാകേണ്ടത്. ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒക്കെ സഹിച്ച് അവസാനം അവിടെ വന്നതാണ്. ഗണേശന് ഒരു പശുവായിട്ട് രൂപപ്പെടേണ്ടി വന്നു. ഇതൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പശുവായി വന്ന് ആ വയലിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരു നാടകം ഉണ്ടാക്കേണ്ടി വന്നു ഗണേശൻ എന്ന ആ ഒരു പ്രകൃതിയിലെ ഒരു ഊർജത്തിന്. പക്ഷെ അതിന്റെ അവസാനം എന്ന് പറയുന്നത് ഗൗതമ മുനി എന്ന് പറയുന്നത് ഗൗതമീതടേ, ത്രയംബകം ഗൗതമീതടേ എന്ന് പറയുമ്പോൾ അത്രയേറെ കഷ്ടപ്പാടും ദുരിതവും സഹിച്ച് ആടിയും ഓടിയും ഒക്കെയും നടന്നിട്ടും അവസാനം ഭഗവാൻ ഏറ്റവും ഉത്തമമായ ഒരു സ്ഥാനം തന്നെ നൽകി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നേടാവുന്നതാണ്. ഭഗവാന്റെ കരുണയും കാരുണ്യവും എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരിലും അത് ഉണ്ടാകട്ടെ. മറ്റുള്ള കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ ചോദിക്കുക. അനേകം പേർ ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും മറുപടി നൽകുവാൻ കഴിഞ്ഞിട്ടില്ല. അത് നൽകും, കാലതാമസം എടുത്താണെങ്കിലും നൽകും. അതുവരെയും ക്ഷമിക്കണം. നിങ്ങൾ അയക്കുന്ന ഉടൻ തന്നെ അതിന് മറുപടി ലഭിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. മറ്റുള്ള കാര്യങ്ങളോ ചോദ്യങ്ങളോ ഒക്കെയും എഴുതി അയക്കാം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ, എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ത്രയംബകം ഗൗതമീതടേ, ഗൗതമീതടത്തിലെ ആ ത്രയംബകം എന്ന മഹാദേവന്റെ ആ പവിത്രമായ ശിവലിംഗം എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സാധിച്ചു തരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ഓം ഹരഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജഡാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര നമോ നമഃ.